എനിക്കിങ്ങനെ ഗിഫ്റ്റ് തരാൻ ബാലമാമ അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അക്കുച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ? ആ, നീ ചോദിച്ചോ കാക്കോത്തി. അത് പിന്നെ എന്താണ് ചോദിക്കാൻ? ഇങ്ങോട്ടാ അക്കുച്ചേട്ടാ, ചേട്ടനും ശ്രേയ ചേച്ചി തമ്മിൽ ലവ് ആണോ? നിങ്ങൾ തമ്മിൽ ലവാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഗിഫ്റ്റ് ആയിട്ട് ശ്രേയ ചേച്ചിയുടെ മമ്മി ചേച്ചിയെ കാണാൻ വരുമോ? നിങ്ങൾ തമ്മിൽ ലവാ? വേണ്ട, മതി. അല്ല, അത് പിന്നെ ഇപ്പൊ എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? അല്ല, അക്കുച്ചേട്ടന് ലവ് ഉണ്ടോന്നൊരു സംശയം. സംശയമൊന്നുമല്ല, മമ്മിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. പോടിയാണെന്ന്. നീയൊക്കെ വെറും പൂർ വില്ലേജുകളല്ലേ, കുട്ടനാട്ടുകാര്. അതുകൊണ്ട് തോന്നിയതാ. സിറ്റിയില് ഞങ്ങളൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്യും, ഫുഡ് കഴിക്കും, റൂം ഷെയർ ചെയ്യും. അതൊന്നും നിനക്ക് കിട്ടിക്കാണില്ലല്ലോ അല്ലേ? നീ ഒരു നാടൻ കാക്കോത്തിയല്ലേ? അപ്പൊ നിങ്ങള് വെറും ഫ്രണ്ട്സ് ആണല്ലേ? അതെ. അതെന്തായാലും നന്നായി. അതെന്താ കാക്കോത്തി? അല്ല, ബാലമാമൻ അക്കുച്ചേട്ടന് വേണ്ടി ഒരു സുന്ദരി പെങ്കൊച്ചിനെ നോക്കി വെച്ചിട്ടുണ്ട്. എന്താ എന്താ പറഞ്ഞേ? ആ, ബാലമാമയുടെ കൂടെ ജോലി ചെയ്യുന്ന രവിമാഷിന്റെ മോള. സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാ അറിഞ്ഞത്. ഹലോ ഹലോ. അക്കുച്ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തെ? അത് പിന്നെ ബാലമാമൻ ഇപ്പൊ സങ്കടത്തിലായെന്നെ. അക്കുച്ചേട്ടന് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാ ബാലമാമയ്ക്കത് സങ്കടാവില്ലേ? കല്യാണത്തിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ, ബൈ. ആ, ശരി അക്കുച്ചേട്ടൻ. ടാറ്റാ. കണ്ടോ? ശ്രേയ, എന്താടാ PWD കോൾ എടുക്കാൻ ഇത്ര താമസം? അല്ലേലും ഒറ്റ റിംഗിൽ എടുക്കുന്നതാണല്ലോ. അത് പിന്നെ എടാ, മമ്മി വിളിച്ചിരുന്നു. അച്ഛനെയും ചാരുവിനും ഒക്കെ കണ്ടതും നിന്റെ ഓഫീസിൽ വന്നതും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. മമ്മിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? ഇത്ര സന്തോഷത്തോടെ മമ്മി വിളിക്കുന്നത് ആദ്യമായിട്ടാ. ഡാ, ഹലോ. പിന്നെ എടാ, നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എത്ര വെട്ടം തുടങ്ങണ മമ്മി പറഞ്ഞത്. ഇപ്പൊ നീ എന്റെ അടുത്തുണ്ടായിരുന്നുണ്ടല്ലോ, നിന്നെ കെട്ടിപ്പിടിച്ച്. ശ്രേയ, അച്ഛനെന്റെ കല്യാണത്തിനും മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു. ഡാ, നീ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ? തമാശകളെ. തമാശ അല്ല ശ്രേയ, ഞാൻ പോലും ചാരു പറഞ്ഞ അറിയുന്നേ. നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? പറയ്. ആ, അതെ. ഞാൻ അറിയാതെ നടന്ന കാര്യം ശ്രേയ. എടാ, നിന്നോട് ഞാൻ ഇന്നു മുതൽ പറയുന്നതാ നമ്മുടെ കാര്യം അച്ഛനോട് പറയാൻ. അപ്പൊ നിന്റെ ചേട്ടനെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയില്ലേ? ഇതങ്ങനെ അല്ല ശ്രേയ. നീ ഒന്നും പറയണ്ട. നിന്നോട് ഞാൻ അന്നേ ചോദിച്ചതാ അച്ഛൻ വേറെ ആലോചന കൊണ്ടുവന്ന് നീ എന്ത് ചെയ്യുമെന്ന്. നിന്റെ അച്ഛനെ പോലെ തന്നെയാ എനിക്ക് എന്റെ മമ്മിയും. മമ്മിയെ സങ്കടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് വിശ്വാസമുള്ളോണ്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ശ്രേയ, ഞാനൊന്ന് പറയ്, എന്താ നിന്റെ തീരുമാനം? അച്ഛൻ നിനക്ക് കൊണ്ടുവന്ന കല്യാണത്തിന് നീ സമ്മതിക്കോ? സമ്മതിക്കോന്ന്? ശ്രേയ, പ്ലീസ്. ശ്രേയ, എന്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക. എന്താ നീ നിന്ന് തപ്പുന്നത്? നീ മിണ്ടാത്ത എന്താ? ആകാശേ, ഞാൻ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടൊക്കെ നിന്നെയാ. നിന്നെ എനിക്ക് വേണം. നീ ഇപ്പൊ തന്നെ അച്ഛനോട് സംസാരിച്ച് ഒരു ഡിസിഷൻ എടുക്കണം. എന്നിട്ട് എന്നെ വിളിച്ചാ മതി. ശ്രേയ, എന്നിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ. ശ്രേയ, പ്ലീസ്. ഞാൻ സംസാരിക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ. ഇല്ല, ഇപ്പൊ സംസാരിക്കണം. ശരി, ഓക്കെ, ഞാൻ സംസാരിക്കാം. ഇപ്പൊ സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ.
എന്താടാ നിനക്ക് ഇന്ന് ഓഫീസിൽ പോണ്ടേ? ആ പോണോ അച്ഛാ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആ എനിക്ക് വേണ്ടി അച്ഛൻ ആരെയോ കല്യാണം ആലോചിച്ചെന്ന് കാക്കോത്തി പറഞ്ഞു. ചാരുമോൾ അങ്ങനെ പറഞ്ഞു? അവളിത് എങ്ങനെ അറിഞ്ഞ്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. കാക്കോത്തി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് മോനെ, അത് ഞാനായിട്ട് ആലോചിച്ചല്ല. മോനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാ. എന്റെ കൂടെ കുറ്റിയാടി സ്കൂളിൽ ജോലി ചെയ്തിരുന്നില്ലേ രവി? രവിയുടെ മോളാ. നല്ല കുട്ടിയാടാ. നിന്നെ പോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡും ആണ്. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ രവിക്ക് വാക്ക് കൊടുത്തു. അച്ഛാ അത് നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് ചോദിക്കാതെ ഞാൻ വാക്ക് കൊടുത്തതല്ലേ. അതെനിക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. എന്റെ ആഗ്രഹങ്ങൾക്ക് നീ ഇന്നുവരെ എതിര് നിന്നിട്ടില്ലല്ലോ. പക്ഷേ അച്ഛാ, എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രേയയെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച എറണാകുളത്ത് കോച്ചിങ് സെന്ററിലുണ്ടായിരുന്നത്. അവളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നു? രവിക്ക് ഞാൻ കൊടുത്ത വാക്ക് മാറ്റണം എന്നാണോ? അച്ഛനൊന്ന് രവിയങ്കളിനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാ? രവിയോട് ഞാൻ പറയണോ എന്റെ മോന് വേറെ പെണ്ണിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തന്ന വാക്ക് മാറ്റണമെന്ന്? അച്ഛാ എനിക്കും അങ്ങനെയല്ല അച്ഛാ. ശ്രേയക്ക് ഞാൻ വാക്ക് കൊടുത്തില്ലേ, അതെനിക്ക് മാറ്റാൻ പറ്റുമോ? അപ്പൊ നിനക്ക് നിന്റെ വാക്കാണ് വലുത്. എന്റെ വാക്കിന് ഒരു വിലയില്ല. എന്റെ വാക്കിനും വിലയുണ്ട്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല അച്ഛാ, പ്ലീസ്. തർക്കം പറയുന്നോടാ നീ? ഞാൻ തീരുമാനിച്ച കല്യാണം ഞാൻ നടത്തും. അത് നടക്കില്ല അച്ഛാ. എന്താ നടക്കാത്തത്? അത് കല്യാണം എന്റേതാ. എന്റെ ഡിസിഷനിലല്ലേ പ്രധാനം. അപ്പൊ എന്റെ ഡിസിഷൻ ഒരു വിലയില്ലടാ. നിനക്കൊക്കെ നിന്റെ ഡിസിഷൻ മാത്രമാണ് വലുത്. ഞാൻ പറയുന്നത് കൂടെ ഒന്ന് കേക്കച്ചാ. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി. ഇങ്ങോട്ട് വാ. ഞാൻ പറയട്ടെ. അയ്യോ അച്ഛാ എന്റെ വാക്ക് വിലയില്ലേ? നിനക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇവിടെ പോ. എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. അച്ഛാ അച്ഛാ ഈ രവിമാഷും ഞാനും സ്കൂളിലും കോളേജിലൊക്കെ ഒരുമിച്ചായിരുന്നു. നമ്മൾ രാമങ്കരി പോലീസ് സ്റ്റേഷന്റെ സൈഡിലൂടെ അകത്തേക്ക് പോകുമ്പോൾ ഒരു 2 നില വീടില്ലേ, ആ വീട്ടിലെ പെൺകുട്ടിയാ. 2 പെൺകുട്ടികളാ. അതിൽ ഇളയവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത് ഒരേ സ്കൂളിലായിരുന്നോ? ആ 2017 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നീട് അവൻ കണ്ണൂരിലേക്ക് പോയി.